എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുന്നതെന്നും എന്നിട്ട് ആ മുളപ്പിച്ചെടുത്ത ചെറുപയർ എങ്ങനെയാണ് ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്നും നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് എടുത്തത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml കപ്പാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ പകുതി അളന്നെടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഞാനിപ്പോൾ ചെറുപയറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇത് രാവിലെ ഞാൻ 9 മണിക്കാണ് ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു 12 മണിക്കൂറാണ് ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഇപ്പോൾ രാത്രി 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിനറിലാണ് ഇങ്ങനെ പയർ മുളപ്പിക്കാനായിട്ട് വെക്കുന്നത്. ഇത് തുണിയിലുമൊക്കെ ചിലർ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട്. എനിക്കിതാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഇത് മാറ്റി വയ്ക്കാം. ഇത് അടുത്ത ദിവസം ഉച്ചയ്ക്കാണ്. ഒരു ഏകദേശം 12:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുള പൊട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഇത് മുളച്ച് വരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വെച്ചാൽ മതിയാകും. ഞാനിത് ഇപ്പോൾ തന്നെ തോരനുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തലേദിവസം രാവിലെ തന്നെ ഞാൻ വെള്ളത്തിൽ പയർ കുതിർത്ത് വെച്ചിരുന്നത്. 12 മണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. എന്നിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു മുളപ്പിച്ച പയർ കൊണ്ട് എങ്ങനെയാണ് തോരനുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 ഉണക്കമുളകാണ് ചേർത്തത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് സവാളയാണ് ചേർക്കാനുള്ളത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്തത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 വെളുത്തുള്ളിയാണ്. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് ചെറുപയർ തോരൻ്റെയും ചെറുപയർ ഉലർത്തിയതിൻ്റെയും ഒക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട, ഇത്രയും തന്നെ മതിയാകും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. മുളപ്പിച്ച ചെറുപയറായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ഇപ്പോഴും ഒരല്പം ഈർപ്പം നിൽക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ നിറയെയാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈർപ്പമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്